വന്നാലും മഹർഷി, വന്നാലും. നാരായണ 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 നാരായണ. വന്നാലും വന്നാലും ദേവർഷേ, ഇക്ഷ്വാകുവിന്റെയും മാതാതാവിന്റെയും പുണ്യപുരാതനമായ ഈ രാജധാനിയിലേക്ക് അങ്ങേക്ക് സ്വാഗതം. വന്നാലും. നന്ദി അരുണ മഹാരാജാവേ. നാരായണ നാരായണ. പറഞ്ഞാലും മഹർഷി, ഭൂലോക സഞ്ചാരിയായ അങ്ങറിയാത്തതായിട്ട് ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. പറഞ്ഞാലും അയോധ്യ നിവാസികൾക്ക് വേണ്ടി എന്താണങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നത്? നാം എന്തോ പറയാനാണ് വന്നതെന്ന് മഹാരാജാവ് ശരിയായി തന്നെ ഊഹിച്ചു. പറയാനുണ്ട് മഹാരാജാവേ. അങ്ങയുടെയും അങ്ങയുടെ രാജ്യത്തിന്റെയും ശ്രേയസ്സിനുതകുന്ന ചില കാര്യങ്ങൾ. പറഞ്ഞാലും മഹർഷി, അങ്ങയെപ്പോലെ ദേവാംശ സംഭൂതരായ മഹർഷിമാരുടെ ഉപദേശങ്ങളാണ് ഈ രാജ്യത്തെയും ജനങ്ങളെയും രാജാവിനെ തന്നെയും നിലനിർത്തുന്നത്. അതുകൊണ്ട് മുനിമാരുടെ വാക്കുകൾക്ക് നാം എന്നും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മഹർഷി. പറഞ്ഞാലും ദേവർഷി, നാം പറയാൻ വന്നത് ലോകകാര്യമല്ല, അങ്ങയുടെ പുത്രന്റെ തന്നെ കാര്യമാണ്. അങ്ങ് കൊട്ടാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തപ്പോൾ വനത്തിലേറിയ സത്യവ്രതൻ ഈ കൊടിയ വേനൽക്കാലത്ത് പല പുണ്യപ്രവൃത്തികളും ചെയ്തു. എന്നാൽ അക്കൂട്ടത്തിൽ ഒരു പാപകർമ്മവും ചെയ്യേണ്ടി വന്നു അയാൾക്ക്. അതെന്താണ് ദേവർഷി? ഗോഹത്യ. ഗോഹത്യയോ? അതെ, ഗോഹത്യ തന്നെ. വസിഷ്ഠ മഹർഷിയുടെ വിശിഷ്ട ധേനുവായ നന്ദിനിയെ അയാൾ വധിച്ചു മാംസമെടുത്തു. ചണ്ടാള. അതെ, അതറിഞ്ഞ വസിഷ്ഠ മഹർഷി സത്യവ്രതനെ ശപിച്ച് ചണ്ടാലനാക്കി, ത്രിശങ്കുവാക്കി. യാഗഹോമാദികൾ കൊണ്ടേ ആ ശാപം നിവർത്തിക്കുകയുള്ളൂ. പക്ഷേ വസിഷ്ഠമുനി നൽകിയ ശാപം നിവർത്തിക്കുന്നതിനുള്ള യാഗം നടത്താൻ ഒരു ബ്രാഹ്മണനും ഋഷിമാരും സന്നദ്ധരാകുന്നില്ല മഹാരാജൻ. ഈ പശ്ചാത്തലത്തിൽ സത്യവ്രതൻ മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്ത്? അങ്ങേക്ക് മാത്രമേ സത്യവ്രതനെ രക്ഷിക്കാനാവൂ മഹാരാജൻ. ഈ സന്ദർഭത്തിൽ സത്യവ്രതൻ രക്ഷിക്കപ്പെടുമ്പോൾ അയോധ്യ രാജ്യം തന്നെ രക്ഷിക്കപ്പെടുകയാണ് മഹാരാജൻ. അങ്ങ് സത്യവ്രതനെ നിഷ്കാസനം ചെയ്തതിന്റെ ഭവിഷ്യത്തുകളായിരുന്നു ഇവിടെ കണ്ട അനാവൃഷ്ടിയും വരൾച്ചയും. ഓ, എന്റെ മകൻ, അവനെ രക്ഷിച്ചേ തീരൂ. മന്ത്രി, കൽപ്പിച്ചാലും മഹാരാജൻ. ഉടൻ തന്നെ പുറപ്പെടുക. ഏത് ദിക്കിൽ ചെന്നിട്ടാണെങ്കിലും സത്യവ്രതനെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരിക. ഇത് രാജകൽപ്പനയാണ്, പാലിക്കപ്പെട്ടിരിക്കണം. തീർച്ചയായും മഹാരാജൻ. കുമാരൻ സത്യവ്രതൻ ഭൂമിയിൽ ഏത് ദിക്കിലുണ്ടെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. നന്ദി മഹർഷി. ഒരു വ്യാഴവട്ടത്തിലേറെയായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുത്രദുഃഖത്തിന് ശമനമായി എന്ന് വിശ്വസിക്കാം, അല്ലേ? അതെ മഹാരാജൻ. അങ്ങയ്ക്കും അയോധ്യയ്ക്കും വിജയം ഭവിക്കട്ടെ. നാരായണ നാരായണ. ധർമ്മസേന, കൽപ്പിച്ചാലും പ്രഭു. എത്രയും വേഗം ഒരു ചിതയൊരുക്കണം. മടുത്തു ധർമ്മസേന. മതിയായി ഈ ജീവിതം. ഈ ജീവിതം കൊണ്ട് ഇനി ആർക്കും ഒരു പ്രയോജനവുമില്ല. അവസാനിപ്പിക്കുകയാണ്. ചിതയൊരുക്കൂ. പ്രഭു, അരുത്, അരുത് പ്രഭു. ധർമ്മസേന, രാജ്യം നഷ്ടപ്പെട്ടെങ്കിലും ചണ്ടാളനായി പരിണമിച്ചെങ്കിലും ഞാനിപ്പോഴും നിന്റെ സ്വാമിയാണ്. നീ എന്റെ ആജ്ഞാനുവർത്തി മാത്രമാണ്. പോകൂ, പോയി ചിതയൊരുക്കൂ. ഇത് സത്യവ്രതന്റെ കൽപ്പനയാണ്. പോകൂ.